ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വെടിക്കെട്ട് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നമ്മുടെ ഓൺ റോഡ് ഒരു 3 ഓൺ റോഡ് കാർസ് ഉണ്ട്. അതായത് നമുക്ക് ലാസ്റ്റ് എടുത്ത് നമ്മൾ FSR മസ്റ്റാങ് ഉണ്ട്, പിന്നെ അതിന് മുന്നേ നമുക്ക് എന്താ പറയുക ലിമിറ്റ്ലെസ് ഉണ്ട്. പിന്നെ ലിമിറ്റ്ലെസ് ആണ് ഏറ്റവും നമ്മുടെ കയ്യിൽ ഏറ്റവും വേഗതയേറിയ വണ്ടി എന്ന് പറയാനായിട്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഫെലോണി ഫാൻസ്, അത്യാവശ്യം ഫെലോണി ഫാൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കെൻ ബ്ലോക്കിനൊരു ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലുള്ളൊരു മുതലാണ്. ഗൈസ്, ഇതാണ് നമ്മുടെ RC പുതിയ ഐറ്റം ഹുണി ട്രക്ക്. അതായത് കെൻ ബ്ലോക്കിൻ്റെ ഹുണി ട്രക്കിൻ്റെ ഒരു മോഡലിലാണ് ഈ FSR ബ്രാൻഡ് ഈ വണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സ്റ്റിക്കർ കാര്യങ്ങൾ ഇങ്ങനെയൊന്നുമല്ല. പിന്നെ വേറെ കുറേ മോഡിഫിക്കേഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളിത് വാങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 20-25 ദിവസമായി ഇത് എടുത്തിട്ട് പണിയാൻ വേണ്ടി കൊടുത്തു. എന്തൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതിന് പിന്നെ നമ്മുടെ FSR മസ്റ്റാങ്ങിൻ്റെ സെയിം ചാസിസാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഓക്കെ, 4 വീൽ ഡ്രൈവ് ആണ്. പിന്നെ സെൻട്രൽ ഹാൻഡ് ബ്രേക്ക് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഗൈസ്, ടോട്ടലി ഇതിൻ്റെ റോട്ടിൽ നമ്മളിതിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ അതുപോലെ ലൈറ്റ്, അതായത് മസ്റ്റാങ്ങിനേക്കാൾ കൂടുതൽ കുറേ ലൈറ്റ് സ്പെക്ക് ഇതിൽ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് FSR ടീം. പിന്നെ നമ്മുടെ എന്താ പറയുക ആർമേനെ വെച്ച് നോക്കാൻ നേരത്ത് എന്താ പറയുക പാർട്സ് ഒക്കെ ചിലപ്പോൾ റേറ്റ് കുറവായിരിക്കാം. പക്ഷേ വണ്ടിയുടെ റേറ്റൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ചെറിയ വ്യത്യാസമുള്ളൂ റേറ്റ്. ആർമ ഭയങ്കര എക്സ്പെൻസീവാണ്. അതായത് നമ്മുടെ പാർട്സ് ആണെന്നുണ്ടെങ്കിൽ എന്താണെന്നുണ്ടെങ്കിൽ ആർമ ഭയങ്കര എക്സ്പെൻസീവാണ്. പക്ഷേ ഈ FSR വണ്ടികൾ ഇപ്പോൾ കുറേ വെറൈറ്റി സാധനങ്ങൾ അവന്മാർ കൊണ്ടുവരുന്നുണ്ട്. അതായത് നമ്മുടെ ഇൻഫ്രാക്ഷൻ്റെ ഒക്കെ ആ ഒരു ടൈപ്പാണ്. പക്ഷേ എന്താ പറയുക നമ്മുടെ കെൻ ബ്ലോക്കിൻ്റെ ആ വണ്ടി തന്നെ ഇവന്മാർ സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന മോഡിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് കുറേ സ്റ്റിക്കർ വർക്ക്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതായത് ഫോർഡ് പെർഫോമൻസ്. പിന്നെ നമ്മൾ ഈ ഗ്ലാസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഈ ഗ്ലാസ് കട്ട് ചെയ്ത് ഈ സൈഡിലെ ഗ്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊന്നും ഓപ്പൺ അല്ല, ഇതൊക്കെ ക്ലോസ് ആണ്. ഇതൊന്നും ട്രാൻസ്പെറൻ്റ് അല്ല, ഇതൊക്കെ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ആക്കിയതാണ്. പിന്നെ അതുപോലെ സ്റ്റിക്കർ വർക്ക്സ് എന്താ ഫോർഡ്, ടൊയോട്ട, മോൺസ്റ്റർ എനർജി, ഇതൊന്നും സ്റ്റോക്കിൽ വരുന്നില്ല. സ്റ്റോക്ക് വണ്ടിയുടെ ഫോട്ടോ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് സ്റ്റോക്ക് വണ്ടി. ആ വണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ആക്കി എടുത്തിരിക്കുന്നത്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ബാക്ക് പോർഷൻ കണ്ടോ, ഈ ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഗൈസ്. അതായത് ഫ്ലാറ്റായിട്ടാണ് ഇതിൻ്റെ ബോഡി വരുന്നത്. മൗണ്ടൊക്കെ ഇവിടെ ആയിരുന്നു, മൗണ്ടൊക്കെ നമ്മൾ മാറ്റി എൻഡിലോട്ടാക്കി. അതുപോലെ ഇത് കട്ട് ചെയ്ത് ശരിക്കും ആ ഹുണി ട്രക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു ഫ്രെയിമൊക്കെ അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇറക്കുന്നുണ്ട്. നല്ല കിണ്ണാൻ കാഴ്ച വീഡിയോ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മൾ ഷോർട്സിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലായിരിക്കും വരാം. അപ്പോൾ ഇതാണ് ഐറ്റം. പിന്നെ ബാക്ക് ഇതിൻ്റെ സ്പോയിലർ ബ്ലാക്ക് കളറായിരുന്നു. ഓക്കെ, ഇവിടെ മറ്റേ എന്താ പറയുക മോഡൽ DT എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പേര് പറയുന്നത് മോഡൽ DT ആണ്. നമ്മുടെ മസ്റ്റാങ് മോഡൽ GT ആണ്. അപ്പോൾ മോഡൽ DT എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടായി. അപ്പോൾ അത് നമ്മൾ കളഞ്ഞിട്ട് ഇത് സിൽവർ പെയിൻറ്റ് വെച്ചിട്ട് ഇവിടെ ഹുണിഗാൻ്റെ സ്റ്റിക്കർ അങ്ങ് ചെയ്തു. പിന്നെ മെയിനായിട്ട് പണിയുമ്പോൾ ഞാൻ ഈ ഒരു സാധനം ഇതുണ്ടോ, ഫോർ കെൻ ബ്ലോക്ക്. ഗൈസ്, കാരണം കെൻ ബ്ലോക്കിൻ്റെ ഡ്രൈവിങ്ങും വീഡിയോസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ വണ്ടിയുടെ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. ചൈനയിൽ ആ വഴി പോകുന്ന ഒരു വീഡിയോ ഒരു രക്ഷയില്ലാത്ത വീഡിയോ ആണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ ചാസിസ് ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ചാസിസ്. അതായത് നമ്മുടെ സെയിം മസ്റ്റാങ്ങില്ലേ, മസ്റ്റാങ്ങിൻ്റെ ചാസിസ് തന്നെയാണ് ഇതിനകത്ത്. ഞാനിതിൻ്റെ ഇതിൻ്റെ കൂടെ നമുക്ക് ഹാർഡ് സ്പ്രിങ് ഒക്കെ തരും. അതൊക്കെ ഞാൻ ചേഞ്ച് ചെയ്ത് കുറച്ച് ഹാർഡാക്കിയിട്ടുണ്ട്. പിന്നെ ബാറ്ററി നമ്മളൊരു 6S ബാറ്ററി, CHNLൻ്റെ ഒരു 6S ബാറ്ററി 5000 mAh 6S ബാറ്ററി വൺ സൈഡ് വെച്ചിട്ടുണ്ട്. 2 3S നമുക്ക് വെക്കാം. പിന്നെ ഇവിടെ ഇത് ഹാൻഡ് ബ്രേക്ക് സിസ്റ്റം, നമ്മുടെ FSR മസ്റ്റാങ് പോലെ ഹാൻഡ് ബ്രേക്ക് സിസ്റ്റം വന്നിട്ടുണ്ട്. ഇത് 6S ESC, ഇത് 6S മോട്ടർ, പിന്നെ ഒരു കൂളിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പവർ ഓൺ ഓഫ് ബട്ടൺ, ഇവിടെ 18 kg FSRൻ്റെ ഒരു സെർവോ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. T-ബാർ സെറ്റാണ്, നല്ല ക്വാളിറ്റിയുള്ള T-ബാർ തന്നെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ചാസിനെ പറ്റി പറയാനായിട്ട്. കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ ഓൺ റോഡ് വണ്ടികളെല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. നമ്മൾ ഒരുപാട് ഡീറ്റെയിൽസ് അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഇത് ലൈറ്റിൻ്റെ വയറിങ് കണ്ടോ, ഇതുണ്ടോ, അത്യാവശ്യം ലൈറ്റിൻ്റെ വയറിങ് ഇതിലൂടെ പോയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഇനി നമുക്ക് ഇവനെടുത്തിട്ട് ഓടിക്കാം. ഇതിൻ്റെ പെർഫോമൻസ് കാണണ്ടേ, അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വണ്ടി ഓൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ റിമോട്ട് വരുന്നത്. അത്യാവശ്യം ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത ഈ ഒരു ബട്ടനാണ്. പിന്നെ ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞത് ഈ ഒരു ബട്ടനാണ് ഉണ്ടോ. അപ്പോൾ അവിടെ സെർവോ വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റുമോ എന്നറിയില്ല, അതിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് വരാൻ നേരത്ത് ഇതിൻ്റെ ലൈറ്റ് കാര്യങ്ങൾ വർക്ക് ചെയ്യുന്ന അതായത് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ
ലെഫ്റ്റിലോട്ട് നമ്മൾ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യും, റൈറ്റിലോട്ട് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യും. പിന്നെ ഈ ലൈറ്റ് നമുക്ക് ഈ ഒരു ബട്ടണിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതുണ്ട്, ഇപ്പോൾ ബ്ലിങ്കിങ് ആണ്. ഇതേ റെഡായി, റെഡ് റിങ് വന്ന് അതിന് ചുറ്റും, പിന്നെ ഇത് ഗ്രീൻ വന്ന്, പിന്നെ ഇത് ബ്ലൂ വന്ന്, പിന്നെ വേറെ ഇതൊരു കളർ വന്ന്, പിന്നെ ഇത് ലൈറ്റ് ബ്ലൂ കണ്ടോ. ഇത് റെഡ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും, ഇത് ഗ്രീൻ ബ്ലിങ്ക് ചെയ്യും. അങ്ങനെ ഓരോ കളറായിട്ട് ഇത് കണ്ടോ, മൾട്ടി കളറ് റൗണ്ട് ചെയ്യുന്നുണ്ടോ. ഇതിപ്പോൾ എല്ലാം മിക്സ്ഡ് ആണ്. ഇതുണ്ടോ റെഡ്, അങ്ങനെ എല്ലാം മിക്സ്ഡ് ആയിട്ട് വരും. ഇനി നമുക്ക് പഴയ അവസ്ഥയിലോട്ട് ആക്കി വെക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇവനെ റോഡിൽ ഇറക്കാനുള്ള സമയമായിട്ടുണ്ട് ഗൈസ്. യെസ്, അതായത് വണ്ടി മറ്റേ നമ്മുടെ ഫെലോണിലൊക്കെ ഉള്ള പോലെ ഇതുണ്ട്. ഇതുണ്ടോ, കാറ് തന്നെ ഗൈറോ സെറ്റപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളത് കുറച്ചിട്ടിരിക്കുന്നത്. നമുക്കപ്പോൾ ഓടിച്ചാലോ. അത്യാവശ്യം വിശാലമായ സ്ഥലമാണ്. നമ്മുടെ ലിമിറ്റ്ലെസ്, നമ്മുടെ ഫെലോണിയൊക്കെ ഓടിക്കുന്ന, സ്ഥിരം ഓടിക്കുന്ന സ്ഥലമാണ്. ഈ ഹൈവേ ഇത് എന്താ പറയുക, മെയിൻ ഹൈവേ ആയിട്ട് കണക്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ട് നമുക്കിവിടെ ഓടിക്കാം. ഈ സ്ഥലം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഓടിക്കാൻ പറ്റും ഈ കാറിനൊന്നും അറിയാൻ പാടില്ല സത്യത്തിൽ ഗൈസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് ഒരു ഇനീഷ്യൽ ആക്സിലറേഷൻ കൊടുത്ത് നോക്കാം, എങ്ങനെ ഈ വണ്ടി പോകും നോക്കി നോക്കാം. ദേ 3, 2, 1 ഉണ്ടോ, അതാണ് എൻ്റെ ഒരു സ്പീഡ്, ഇനീഷ്യൽ സ്പീഡ്. ഈ സെൻറ്ററിൽ ഈ റിഫ്ലക്ടർ ഉള്ളതുകൊണ്ട് ഭയങ്കര ലോയിൽ ഇത് കിടക്കുന്നത്, അതാണ് കുറച്ച് ടാസ്ക് ഉണ്ട്. പക്ഷേ മസ്റ്റാങ്ങിനെക്കാട്ട് അടിപൊളിയായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ഇതിൻ്റെ ഡ്രിഫ്റ്റ് കിട്ടും, അതാണ് മെയിൻ ഒരു സംഭവം. അത്രയും അടിപൊളിയായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ മസ്റ്റാങ്ങിനേക്കാളും അടിപൊളിയായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റിയ സംഭവം. കാരണം അറിയാലോ, കുണീക്കാൻ ഡ്രിഫ്റ്റിൻ്റെ ഉസ്താദാണ്. ഗൈസ്, അപ്പോൾ ഇവനാണ് നമ്മുടെ ഗരാജിലെ ഏറ്റവും ലേറ്റസ്റ്റ് ഓൺ റോഡ് കാർ. എങ്ങനെയുണ്ട് ഐറ്റം? അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ റോഡ് പ്രസൻസ് കാര്യങ്ങളൊക്കെ എന്തോരാണെന്ന്. ഇതിൻ്റെ ലൈറ്റിൻ്റെ സ്പെക്ക് ആണെന്നുണ്ടെങ്കിലും പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും ലുക്ക് വൈസ് ആണെന്നുണ്ടെങ്കിലും ഗൈസ് ഒരു രക്ഷയില്ലാത്തൊരു ഐറ്റം ഉണ്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിനി കുറേ ഡ്രിഫ്റ്റിങ്ങും വീഡിയോസും പരിപാടികളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല സ്ഥലം വേണം, ഇതുപോലത്തെ ടെറൈൻ നല്ല വെറൈറ്റി സ്ഥലം കണ്ടുപിടിക്കണം, എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഗൈസ്, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഒരു ജയമണ്ടൻ സാധനം നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഗൈസ്.